ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പാരീസ് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭാക്കർ ആയിരുന്നു. മനു ഭാക്കറിനെ ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ കാണുന്നത്. ഈ മെഡൽ നേടിയതിന് ശേഷം മനു മീഡിയകളെല്ലാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ആളായി മാറി. അതിനുശേഷം ഒരുപാട് ബ്രാൻഡുകൾ മനുവിനെ അപ്രോച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. 40ഓളം ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റിന് വേണ്ടി മനുവിനെ അപ്രോച്ച് ചെയ്തത്രേ. അപ്പോൾ 20 ലക്ഷം മാറ്റോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്രതിഫലം. ഇപ്പോൾ കോടികളിലേക്ക്, ഈ ഒരൊറ്റ ബ്രോൺസ് മെഡൽ കൊണ്ട് കോടികളിലേക്ക് മനു പ്രതിഫലം ഉയർത്തിയിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന്, തീർച്ചയായിട്ടും മനുവിൻ്റെ വലിയൊരു സ്ട്രഗിളുണ്ട്. ആ ഒരു സ്ട്രഗിളിൻ്റെ വളരെ ചെറിയ പ്രായമാണ്. ആ ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും വലിയൊരു സ്ട്രഗിളിലൂടെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെഡൽ, പിന്നെ അതിനുശേഷം ഒരു ടീം ഇവൻറ്റിലും ഒരു മെഡൽ നേടി, 2 മെഡൽ ഒരു ഒളിമ്പിക്സിൽ നേടിയ ആദ്യത്തെ വനിത എന്നുള്ള രീതിയിലേക്ക് മനു വന്നു എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പരിശീലനം സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലുമൊക്കെ പോയി പരിശീലനം നടത്തിയിട്ടുണ്ട്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റാണ് നടത്തിയിട്ടുള്ളത്. മനു വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം ആർക്കും വേണമെങ്കിൽ ഒരു ഒളിമ്പിക്സ് മെഡൽ നേടാൻ പറ്റുമെന്നുള്ള, ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സ് മെഡലുകൾ വിരലിലെണ്ണാവുന്ന മെഡലുകൾ മാത്രമാണ് നമുക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആർക്കും നേടാൻ വേണമെങ്കിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനു. പക്ഷേ ഇന്ന് സംസാരിക്കുന്നത് മനു നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻസ്പിറേഷനെ കുറിച്ചല്ല, അതിനപ്പുറത്തേക്ക് മനുവിന് വന്ന ഈ ഓഫറുകളെ കുറിച്ചാണ്. എങ്ങനെയായിരിക്കും മനുവിന് ഈ ഓഫറുകൾ വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും സ്പോർട്സ് അങ്ങനെ ഭയങ്കര വൈറാലിറ്റി ഉള്ളൊരു സംഭവമൊന്നുമല്ല. സിനിമയൊന്നും പോലെ അത്ര വൈറാലിറ്റി നമ്മുടെ ഇന്ത്യയിൽ സ്പോർട്സിനില്ല. എങ്കിൽ പോലും ഏകദേശം ഒരു സിനിമാ താരത്തിനെയൊക്കെ പോലെ അത്യാവശ്യം ബാഹ്യ സൗന്ദര്യമുള്ള ഒരാളാണ് ഈ മനു ഭാക്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റിന് വേണ്ടിയും ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നതിന് വേണ്ടിയും ഈവൻ ഫാഷൻ ബ്രാൻഡുകളുമെല്ലാം മനുവിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എൻ്റെ ഡിസ്കഷൻ പോയിൻ്റ് ഇതാണ്: നമ്മളുടെ ബാഹ്യ സൗന്ദര്യത്തിന് നമ്മളുടെ വിജയത്തിൽ പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ സൗന്ദര്യം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് നമുക്കത് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് ബാഹ്യ സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവും അയാളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം ഒത്തുചേർന്നിട്ടാണ് ശരിക്കും ഒരാളുടെ ഒരു ഇൻ ടോട്ടാലിറ്റി സൗന്ദര്യം നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ നമുക്ക് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ബാഹ്യ സൗന്ദര്യം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ അവരുടെ ആന്തരിക സൗന്ദര്യം എത്രമാത്രം ഉണ്ട് എന്ന് അസസ് ചെയ്യാനൊന്നും ആൾക്കാർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബാഹ്യ സൗന്ദര്യം വെച്ചിട്ടായിരിക്കും പ്രത്യേകിച്ചും ഫാഷൻ ബ്രാൻഡുകളും കോസ്മെറ്റിക് ബ്രാൻഡുകളും ഒക്കെ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം. ബാഹ്യ സൗന്ദര്യത്തിന് നമ്മളുടെ വിജയങ്ങളിൽ വലിയ പങ്കുണ്ടോ? എൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാം, തീർച്ചയായിട്ടും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബാഹ്യമായ സൗന്ദര്യമായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ നിൽക്കുന്ന രീതി, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ സ്റ്റൈല്, നമ്മളുടെ ഒരു കോൺഫിഡൻസ്, അതൊക്കെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പോസ്ചർ, ഇതൊക്കെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, നമ്മൾ എത്രമാത്രം ഹെൽത്തി ആയിട്ട് നമ്മളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രമാത്രം നന്നായി ഗ്രൂം ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രമാത്രം നന്നായിട്ടാണ് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരാൾ അയാളുടെ ബാഹ്യ സൗന്ദര്യം കൂടി ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാഹ്യ സൗന്ദര്യം കാണുന്ന ഒരാൾ അട്രാക്റ്റഡ് ആവാൻ അതുകൂടി കാരണമാണ്. കാരണം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തി അയാളുടെ മൈൻഡിലും വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കുമെന്നുള്ളൊരു പൊതുധാരണ ആളുകൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതല്ലാതെ തന്നെ നമുക്കുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന ഒരു അട്രാക്ഷനും അതിന് കാരണം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പം പെട്ടെന്ന് നമുക്ക് തോന്നും, ചിലപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴോ ഒക്കെ ഇയാൾ അത്ര പോരല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, ലോകത്തിൽ ആരെയും വേണമെങ്കിൽ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യകളും സെറ്റപ്പുകളും ഒക്കെ ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ തോന്നുവാണ് എൻ്റെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ കുറവ് കാരണം എനിക്ക് ഒരു അവസരം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ആ ബാഹ്യ സൗന്ദര്യം നിങ്ങൾക്ക് സംതൃപ്തമാകുന്ന തരത്തിലേക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള തോട്ട് പ്രോസസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവും. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടിയാണ് കേൾക്കേണ്ടത്. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മളിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് നല്ല റിട്ടേൺസ് തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓൾ ദി ബെസ്റ്റ്.